സലഫി പണ്ഡിതനായിരുന്ന വക്കം മൗലവി തൻ്റെ മുസ്ലിം ജേണലിൽ മൗലിദ് അനുവദനീയമാണെന്ന് എഴുതിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അത് അങ്ങനെയാണെങ്കിൽ അത് എഴുതാനുണ്ടായ സാഹചര്യവും യാഥാർത്ഥ്യവും ഒന്ന് പറയാമോ എന്നാണ് ഒരു ശ്രോതാവ്. വക്കം മൗലവിയെ സംബന്ധിച്ചാണ് ചോദ്യം. അദ്ദേഹം മൗലിദിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2001 മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളാണ്. ഞാൻ സമസ്തയിലുള്ള ആളായിരുന്നു. 10 വർഷം പള്ളി ദർസിൽ പഠിക്കുകയും 2 വർഷം പട്ടിക്കാട് ജാമിയാനൂരിയയിൽ പഠിക്കുകയും പിന്നീട് 12 വർഷം മുദരിസായി ജോലി ചെയ്യുകയും ചെയ്തതിന് ശേഷം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞുപോയ മുജാഹിദിലെ കഴിഞ്ഞകാല പണ്ഡിതന്മാരെ കുറിച്ചോ അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിനെക്കാണ പുണ്യമുള്ളതാണ്, വലിയ പെരുന്നാളിനെക്കാണ പുണ്യമുള്ള പെരുന്നാളാണ്, ആഘോഷമാണ് എന്ന രൂപത്തിലുള്ള ഒരു അക്ഷരം ഒരു മുജാഹിദ് പണ്ഡിതരും പറയില്ല. പിന്നെ അന്നത്തെ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലങ്ങളുടെയും ചുറ്റുപാടിൽ ചിലപ്പോൾ അന്നൊക്കെ നബിദിനം എന്ന് പറഞ്ഞാൽ ഈ കോലത്തിലൊന്നും ആവില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ദീനി പ്രബോധനത്തിന് വേണ്ടി ആളുകളൊക്കെ നടത്തുന്ന പരിപാടിയായിരിക്കാം, ശിർക്കും കുഫറും ആകെ കൂടെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരിക്കാം. അപ്പം ആ സമയത്ത് അദ്ദേഹം സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് കാരണമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നിടത്തുനിന്ന് വല്ല സ്ലിപ്പായ വല്ല വേർഡുകളും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും വക്കം മൗലവി ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന ലൈലത്തുൽ ഖദറിനെക്കാണ പുണ്യമുള്ള രാത്രിയാണ് നബിദിനത്തിൻ്റെ രാത്രി എന്ന് വക്കം മൗലവി പറഞ്ഞു എന്ന് പറയുന്ന തനി അസംബന്ധമാണ്. അങ്ങനത്തെ ഒരു ഹറഫ് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അദ്ദേഹം പറഞ്ഞു എന്നിട്ടിക്കോളൂ, ഇസ്ലാമിൻ്റെ രേഖ എന്താ? ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഈ 4 ഇതിൻ്റെ അപ്പുറത്ത് ഇനി വക്കം മൗലവി അല്ല, അതിൻ്റെ അപ്പുറം ആര് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കാൻ പറ്റുമോ? മഹാനായ അബൂ ഹനീഫത്ത് അൽ കൂഫി റഹ്മുല്ല മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമനാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ബാത്റൂമിൽ പോയി മലമൂത്ര വിസർജനം നടത്തി പോരുമ്പോൾ നിങ്ങൾക്ക് കൈകൾ നിർബന്ധമില്ല എന്ന് പറഞ്ഞു, സുന്നത്തേ ഉള്ളൂ പറഞ്ഞു. അത്ര വലിയ മഹാനായ അബൂ ഹനീഫ ഇമാമല്ലേ? അതൊക്കെ പറഞ്ഞാൽ നമ്മളും കേൾക്കേണ്ടതല്ലേ? കേൾക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതേപോലെ തന്നെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു തഫ്സീറിൽ, ഞാൻ ആ പേരൊന്നും പറയുന്നില്ല, ഒരു തഫ്സീറിൽ കാണാം മഹാനബറുകൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ പ്രേമിച്ചു റസൂലുള്ളാഹിയെ സംബന്ധിച്ച് എഴുതി വെച്ചിരിക്കുകയാണ് കിതാബിൽ. ദർസിൽ പഠിപ്പിക്കുന്ന കിതാബ് തന്നെ. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും അറിയാം, കാരണം തഫ്സീർ ജലാലൈനിയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വക്കം മൗലവി ഇങ്ങനെ നബിദിനത്തെ പറ്റി ഇങ്ങനെ ഒന്ന് പറഞ്ഞു, എന്തോ ഒരു സാധ്യതയുള്ള വാക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്ക് കൂടിയാൽ അതിന്റെ കൂടണം, മൂപ്പര് പറഞ്ഞതല്ലേ എന്ന് പറയുകയാണെങ്കിൽ, നബിതങ്ങൾ സെയ്ദ് റളിയല്ലാഹുവിന്റെ ഭാര്യ സൈനബ ബീവിയെ പ്രേമിച്ചിരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ദർസ് പഠിപ്പിക്കുന്ന കിതാബിൽ. സുമ്മ വഖാ ബസറുഹു അലൈഹാ ഫവഖാ ഫീ നഫ്സി ഹുബ്ബുഹാ. അതായത് ഒരിക്കൽ നബി സൈനബ ബീവിയെ കണ്ടപ്പോൾ നബിന്റെ മനസ്സിൽ അവരോടുള്ള സ്നേഹം മനസ്സിൽ കയറി. അങ്ങനെ ഒരാൾ പറഞ്ഞതല്ലേ, അപ്പൊ നമ്മൾ അവിടെ നിൽക്കണോ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും തന്നെ ഒരു പണ്ഡിതൻ, ഏതെങ്കിലും പണ്ഡിതന്മാർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ആരും ആ വഴിക്ക് തിരിയേണ്ട കാര്യമല്ല. പണ്ഡിതന്മാർ പ്രമാണം പറഞ്ഞാൽ അവിടെ സ്വീകരിക്കുക. ഇമാം ഷാഫി പറഞ്ഞല്ലേ, ഇദാ റഅയ്തും കലാമി യുഖാലിഫു ഖൗല റസൂലില്ലാ ഫദഉ കലാമി വഅമലു ബിൽ ഹദീസ്. നിങ്ങൾ എൻ്റെ വാക്ക് റസൂലുള്ളാഹിന്റെ വാക്കിന് എതിര് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ വാക്ക് തോട്ടിലെറിയണം, നിങ്ങൾ ഹദീസ് എടുത്ത് പോയിക്കോ. ഷാഫി ഇമാം അങ്ങനെ പറയുമ്പോൾ വക്കം മൗലവി നമുക്ക് വലിപ്പേറുമോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ബേക്കിൽ പോയിട്ട് ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.